ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. മഹാത്മാഗാന്ധിയുടെ 77ാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഗാന്ധി സ്മൃതി സദസ്സ് സംഘടിപ്പിച്ചു. കെപിസിസി സെക്രട്ടറി വി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. സത്യവും നീതിയും എനിക്ക് മുൻപേ പിറന്നതാണെന്നും അത് പ്രചരിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഗാന്ധിജിയുടെ സന്ദേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ സജ്ജമാകണമെന്ന് കെപിസിസി സെക്രട്ടറി വി ബാബുരാജ് പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ 77ാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിജിയെ ജനമനസ്സുകളിൽ നിന്ന് ആർക്കും മാറ്റാൻ കഴിയില്ലെന്നും ചരിത്രം വളച്ചൊടിക്കുന്നവർ വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. തോക്കിനിരയാക്കിയ ഗോഡ്സേക്ക് അമ്പലം പണിയുന്ന ആളുകൾ രാജ്യം ഭരിക്കുന്ന ഒരു സമയത്താണ് ഇന്ന് ഈ ചടങ്ങ് നമ്മുടെ രാജ്യത്തെമ്പാടും സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, വർഗീയ വിഘടന ശക്തികൾക്കെതിരെ ആഞ്ഞടിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മഹാത്മാഗാന്ധിയുടെയും ഒക്കെ പാത പിന്തുടർന്നുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മതേതരത്വം നിലനിർത്താൻ, ജനാധിപത്യം നിലനിർത്താൻ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ ഒരു വലിയ ത്യാഗം തന്നെയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായി രാജ്യം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് നമുക്കറിയാം, വരുന്ന നാളുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും രാജ്യത്തെ മുഴുവൻ ജനതയെയും ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത്. ഈ ദിനത്തിൽ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. നമുക്കറിയാം, ഇന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ മലയോര ജാഥ വരികയാണ്. എനിക്ക് നിലമ്പൂർ കണ്ടതുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അറഞ്ഞിക്കൽ ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ ടി കെ രാജേന്ദ്രൻ, സി കെ അൻവർ, DCC മെമ്പർ TP മോഹൻദാസ്, യാക്കൂബ് കുന്നപ്പള്ളി, രാജേഷ് ചെങ്ങോട്, ഷെഫീഖ് ചക്കാലി, ലീനു ജെയിംസ്, ദിനേശ് കണക്കഞ്ചേരി, പ്രകാശൻ ഏലംകുളം, അഡ്വക്കേറ്റ് ഹാഷിം ചെമ്പൻകുന്ന് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു.